ഇവനെന്താ വെള്ളം കണ്ടിട്ടില്ലേ? എടാ അത് വർഷത്തിലൊരിക്കലുള്ള കുളിയാ. അത് ഓണം, വിഷു, ക്രിസ്മസ് പോലെ അങ്ങോട്ട് ആഘോഷിക്കും. അത് നിർബന്ധ. അപ്പൊ ഇന്ന് ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങും. എടാ നീ ചോദിച്ചിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏതാ പെണ്ണ്? എടാ അത് പിന്നെ ദേ പറഞ്ഞു തീർന്നില്ലല്ലോ, ആളെത്തി. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ ചിത്തി, ഇവളുടെ ചേച്ചിയാ. ചിത്തി, ഇത് ലിഡിയ, ഇത് വരുൺ, പിന്നെ പൊങ്ങി കിടക്കുന്നതാണ് ജോണി. ആ കുട്ടിക്ക് എന്ത് പറ്റി? അത് കാര്യമൊക്കെ ഉണ്ടാ എന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ടാ. ശരിയെന്നാ, നിങ്ങളുടെ കുളി നടക്കട്ടെ, പിന്നെ കാണാം. ആ ശരി ശരി. നീ വരുന്നില്ലേ? ചിത്തി പോയിക്കോ, ഞാൻ വന്നോളാം. അധികം വൈകണ്ട. ഇയാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് അഹല്യ. ഹലോ. ഹായ്. ഇയാൾ ഇറങ്ങുന്നോ? അയ്യോ ഞാനില്ല. വാടാ, സ്വർഗത്തിലെ കട്ടറും ആവണ്ട. നമുക്കേ ഇനി അവനെ ആക്രമിക്കാം. അത് വേണ്ട, ഇതിനകത്ത് തന്നെ ഒഴി. ആഹാ, കള്ളു കുടിക്കാണല്ലേ? കള്ളല്ല, നല്ല അസല് വാറ്റും കരിക്കും വെള്ളവും. ഒരു മംഗലശ്ശേരി നീലകണ്ഠ സ്റ്റൈൽ. പോടാ. ചിത്തി അറിയണ്ട, കൊല്ലും. ഇവരുടെ ഒരു ആഗ്രഹമല്ലേ, ഇതിപ്പോ കഴിയും. പ്രശ്നമോ? സാരല്ല, ചിത്തി അറിയാതിരുന്നാ മതി. പിന്നെ നിങ്ങളെല്ലാരും ഇവിടെ ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അധികം വൈകണ്ടാട്ടോ, താമസിച്ച ചിത്തി ഇങ്ങോട്ട് വരും. എടാ എന്നാ നീ അഹല്യയുടെ കൂടെ ചെല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് വരാം. ശരി. അല്ലെങ്കിൽ ചിത്തിക്ക് സംശയം തോന്നിയാലോ. അതാണ് നല്ലത്, നീ ചെല്ല്. അണ്ണാ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ സുന്ദരയുണ്ടല്ലോ. എല്ലാവർക്കും പായസം എടുക്കട്ടെ? ഓ വേണ്ട, വയറ് പൊട്ടാറായി. ഇവന് കൊടുക്കണ്ട, ഇവന് പഞ്ചസാരയുടെ അസ്കിതുള്ളതാ. ആരെങ്കിലും ഒരു പാട്ടുകൂടി പാടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു. ഓ, താരാട്ടുപാട്ട് കേട്ടാലും നിനക്ക് ഉറക്കം വരുള്ളൂ. ഒരു പാട്ടുകാരൻ ഇവിടെ ഇരിക്കുകയല്ലേ? അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല, ശബ്ദവും കൊള്ളില്ല. പക്ഷെ ഇവിടെ പാട്ട് പഠിച്ച ചിലവരുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേട്ടല്ലോ. എന്നാ ഇയാളുടെ പാട്ട് കേട്ടിട്ടുണ്ട് കാര്യം. അയ്യോ, ഞാൻ പാടാനോ? നടന്നത് തന്നെ. അഹല്യ പ്ലീസ്. കുഴപ്പമില്ല, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, നീ പാട്. വെയിറ്റ്, എങ്ങോട്ടാ? ഇപ്പൊ വരാം. ഓ, എനിക്കിട്ടുള്ള പണിയായിരുന്നു. നോക്കി കണ്ടിട്ട് കുത്തടോ. സ്വേച്ഛാചാരി ഭവിതുനായം വേശ്യാലയം. എല്ലാരും ഇപ്പൊ ഇറങ്ങിക്കൊള്ള ഇവിടുന്ന്. ഞാൻ ഔട്ട് ഹൗസ് മാത്രമേ വാടകയ്ക്ക് തന്നിട്ടുള്ളൂ, അതും തനിക്ക്. അത് കൂട്ടുകാരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, എന്നിട്ട് സ്ഥലം കാലിയൊക്കെ നോക്കും. കുഴപ്പമില്ല. നിങ്ങൾ ഇറങ്ങായോ? പോട്ടെടാ, നീ എത്രയും പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോവാ. പോട്ടളയാ. ശരിടാ. ശരി. പ്ലാസ്റ്റർ വെട്ടിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്?
ആ വലിയ കുഴപ്പമില്ല. ഉം. ഇത്ര ദിവസം അനക്കാണ്ടിരുന്നല്ലേ. കുറച്ച് നടന്നാ ശരിയാവും. ഉം. ആ, എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അഹല്യയെ കുറിച്ചാ. ഒരേ വയറ്റിൽ പിറന്നില്ലെങ്കിലും എന്റെ കൈ പിടിച്ച് വളർന്നവളാണ് അഹല്യ. അവളെ മറ്റാരെക്കാളും എനിക്കറിയാം. സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇന്നേ വരെ അവൾ വാശി പിടിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പഠിച്ച സംഗീതം പോലും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്ദ്രൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു കണക്കിന് നോക്കിയാ അവളുടെ ജീവിതം നശിക്കാൻ കാരണം ഞാനാണ്. എങ്ങനെയാന്നല്ലേ? അവൾക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്നത് ഞാനാ. എന്റെ ജാതകത്തിലെ ദോഷം കാരണം നശിച്ചത് അവളുടെ ജീവിതമാ. അതുകൊണ്ടാണ് വേറൊരു ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് അവൾക്കൊരു കൂട്ടായി ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ ഇത്രയധികം സന്തോഷിച്ച് ഞാൻ കണ്ടത്. അവളിപ്പോൾ ഇന്ദ്രനെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ അത് പറയാതെ പറയുന്നുണ്ട്. തനിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ, അവൾ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെങ്കിൽ അതിലും വലിയ പുണ്യം വേറെ ഉണ്ടാവില്ല. എന്റെ കുട്ടിയെ രക്ഷിക്കണം. എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും വിളിച്ചെന്റെ കൂടെ വരുമോ അവള്? വരും. ഞാൻ പറഞ്ഞ അവള് കേൾക്കും. അപ്പോ ഗൗതമൻ സാർ മനസ്സ് കാണാതെ സൗന്ദര്യം മാത്രം കണ്ട് അവളെ കല്യാണം കഴിച്ച ആളുടെ കാര്യം ഓർത്ത് താൻ വിഷമിക്കണ്ട. അയാൾക്ക് വേണ്ടത് പെണ്ണിന്റെ ശരീരം മാത്രമാ. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ചിത്തി, നിങ്ങൾ സംസാരിക്ക, ഞാനങ്ങോട്ട് നിൽക്കാം. ഇയാളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറയണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചു. പിന്നെ ചിത്തിയോട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നു. ഇയാള് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ചിത്തി പറഞ്ഞത് സത്യ. എനിക്ക് ഇന്ദ്രനെ ഇഷ്ടമാ. ആ ഇഷ്ടം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ഇയാളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷവും കെയറിങ്ങും ഒക്കെ ആയതുകൊണ്ടാവാം. ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണോ എന്നറിയാനാണ് ഞാൻ വന്നത്. അറിയില്ല. അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ദ്രൻ പൂർണ്ണ മനസ്സോടെയാണോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത്? അതെ. എനിക്കില്ലാത്തത് അത് തന്നെയാ. പൂർണ്ണമായും തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു മനസ്സ്. ഒരു തുലാസിൽ തൂക്കിയ തന്നോടുള്ള ഇഷ്ടത്തിന്റെ തട്ട് തന്നെയാണ് താന്നിരിക്കുന്നത്. ഉയർന്ന തട്ടിൽ കുടുംബക്കാരും സമൂഹവും എല്ലാം ചേർന്നൊരു വാൾ കെട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോ എൻ്റെ മാത്രമല്ല, തൻ്റെയും ജീവിതം ഇല്ലാതാക്കും. അതുകൊണ്ട് എൻ്റെ കൂടെ വരില്ല എന്നാണോ? അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ എന്നെ വെറുക്കരുത്. എന്നോട് ക്ഷമിക്കണം. സംസാരിച്ചോ? എന്ത് തീരുമാനിച്ചു? നിന്നോടാ ചോദിക്കുന്നേ, എന്താ തീരുമാനിച്ചു? ഞാനൊന്നും തീരുമാനിച്ചില്ല. എനിക്കറിയില്ല ചിത്തി, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ലോകം എന്ത് പറയുന്നു പേടിച്ചാ ഇവിടെ ആർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മോളെ. എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതമായിരുന്നു നിന്റേതെങ്കിൽ നിന്നെ ആദ്യം എതിർക്കുന്നത് ഈ ഞാനായിരുന്നേനെ. നീ ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ എനിക്കിനി വയ്യ. നമ്മളെ തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്കൊരു പ്രാവശ്യമേ ജീവിതത്തിൽ കിട്ടുള്ളൂ. അത് നീ നഷ്ടപ്പെടുത്തരുത്.
അത്ര എനിക്ക് പറയാനുള്ളൂ.